Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച ഒരു കാര്യം, വോളിയം 7 വായിച്ച ഒരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് ഒരു വട്ടം സ്വിറ്റ്സർലൻഡിലേക്ക് പോയിട്ടുണ്ട്. അത് ശ്യാംസുന്ദർ പ്രഭു പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോയി. പക്ഷെ അതിനു മുമ്പ് അവിടേക്ക് പോകാനായിട്ട് ഉള്ള ഒരു ഘടകം എന്ന് വെച്ചാൽ ശ്യാംസുന്ദർ പ്രഭു വന്ന് ടിക്കറ്റൊക്കെ അയച്ചു കൊടുക്കുക ചെയ്തു. അവിടെ പ്രഭുപാദിന്റെ ആരോഗ്യത്തിന് നല്ലൊരു അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അയച്ചു കൊടുത്തത്. അപ്പം ശ്യാംസുന്ദർ പ്രഭു വന്നപ്പം അതിനു മുമ്പ് ശ്യാംസുന്ദർ പ്രഭു പ്രഭുപാദിന്റെ ഒരു വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജോർജ് ഹാരിസനുമായിട്ട് പരിചയപ്പെടുന്ന, പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ രഥയാത്ര നടത്തുകയും അങ്ങനെ ഭക്തിവേദാന്ത മാനർ, അതൊക്കെ ശ്യാംസുന്ദർ പ്രഭുവിന്റെ ഇതിലാണ്. വലിയൊരു പ്രിയപ്പെട്ട ശിഷ്യനാണ് പ്രഭുപാദിന്റെ. അപ്പം അദ്ദേഹം കുറച്ച് നാൾ 1973 അദ്ദേഹം കുറച്ച് ഡിവോട്ടീസും കൂടെ ചേർന്നിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഗോൾഡിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഡിവോട്ടീസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പ്രഭുപാദിനോട്, അദ്ദേഹം ഈ രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറയുകയും ചെയ്തു. അപ്പം ഈ പ്രഭുപാദിനെ കാണാൻ വന്ന സമയത്ത് ശ്യാംസുന്ദർ പ്രഭു കുറെ ഗോൾഡുമായിട്ടാണ് വന്നത്. എന്നിട്ട് ബലിമർദ്ദൻ എന്ന് പറഞ്ഞ വേറൊരു സീനിയർ ഡിസൈപ്പിൾ ഉണ്ട് പ്രഭുപാദിന്. അദ്ദേഹവുമായിട്ട് കൂടെ ചേർന്ന് ഒരു ബിസിനസ് ചെയ്യാനാണ് പ്രഭുപാദിന്റെ പ്ലാൻ. പ്രഭുപാദിന്റെ അല്ല, ശ്യാംസുന്ദർ പ്രഭുവിന്റെ പ്ലാൻ. അപ്പം അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു ശ്യാംസുന്ദർ. അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഗോൾഡ് മേടിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് ഗോൾഡിന്റെ മൂല്യം കൂടും. അപ്പോൾ അത് വിൽക്കും. അപ്പോൾ ആ ലാഭമാണ് അവർ എടുത്തോണ്ടിരുന്നത്. അപ്പം ഈ വട്ടം അവർ ഗോൾഡ് മേടിച്ചേക്കുന്നത് ഇസ്കോൺ 2 പുതിയ ക്ഷേത്രങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലണ്ടനിലും പിന്നൊന്ന് ന്യൂയോർക്കിലും. അപ്പം ആ പണം എടുത്തിട്ടാണ് അവർ മേടിച്ചത്. അവർക്ക് അത്രയും അതോറിറ്റി ഉണ്ട് അവർക്ക്. അപ്പം അതുകൊണ്ട് അവർക്ക് ആ പണം എടുത്ത് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ പ്രഭുപാദിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ധനം ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് വരും, പ്രചരണത്തിനൊക്കെ ഒരുപാട് ധനം വരും എന്ന രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവര് ജസ്റ്റ് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് പ്രഭുപാദ് ഏകദേശം അർദ്ധരാത്രിയായ സമയത്ത് പ്രഭുപാദ് എണ്ണിച്ചു വന്നിട്ട് ബാക്കി എല്ലാ ഡിവോട്ടീസും കിടക്കുകയായിരുന്നു. ഈ ശ്യാംസുന്ദറും ബലിമർദ്ദനും അവിടെ കിടന്ന സമയത്ത് പ്രഭുപാദ് ഒന്നും അവരെ വിളിച്ചില്ല. പ്രഭുപാദിന്റെ കാലുകൊണ്ട് അവരെ ജസ്റ്റ് ടച്ച് ചെയ്തപ്പോൾ അവരെ എണ്ണിച്ചു. അപ്പൊ 2 പേരോടും എണ്ണിച്ച് വരാൻ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് അവരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പ്രഭുപാദ് പറഞ്ഞു, നമ്മള് ക്ഷേത്രത്തിന്റെ ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിലും ഇത് ഓവറായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാക്കും. ഇത്രയും റിസ്ക്കുമാണ്, ഈ പണം ഇങ്ങനെ ചെലവഴിക്കുന്നതിൽ റിസ്ക്കുമാണ്. അപ്പം അത് ഒരു തരത്തിൽ ഗാംബ്ലിംഗ് ആണ്. അപ്പം അത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പ്രഭുപാദ് അവരോട് പറഞ്ഞു. അപ്പം അത് പ്രഭുപാദ് ശരിക്കും കുറേ നേരം സംസാരിച്ചു എന്നാണ് ലീലാമൃതയിൽ സരസ്വതി മഹാരാജ് പറയുന്നത്. അപ്പം കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ 2 പേരും ഫോളോ ചെയ്തു. പ്രഭുപാദ് പറഞ്ഞത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ആ ബിസിനസ് അവിടെ വെച്ച് നിർത്തുകയും ചെയ്തു. ഇപ്പോൾ സരസ്വതി മഹാരാജ് അതിൻ്റെ ആ ഒരു സാക്ഷാത്കാരം പറയുന്നത്, ഒന്ന് പ്രഭുപാദ് നമ്മുടെ ടെമ്പിളിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചും ഈ ഇത്തരം ഉത്കണ്ഠയുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പ്രഭുപാദിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഉത്കണ്ഠ വരുമ്പോൾ നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. നമുക്ക് അതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. രണ്ടാമത് പ്രഭുപാദ് എങ്ങനെയാണ് അവരോട് ഡീൽ ചെയ്തതെന്നുള്ളത്. അവര് സീനിയർ ഡിസൈപ്പിൾസ് ആണ്. അപ്പൊ പ്രഭുപാദ് അവര് വന്ന് ജസ്റ്റ് വിളിച്ചില്ല ബലിമർദ്ദൻ ശ്യാംസുന്ദർ. അപ്പൊ എല്ലാരും അറിയുന്നില്ല, ജസ്റ്റ് കാലുകൊണ്ട് ടച്ച് ചെയ്തിട്ട് അവരെ 2 പേരെയും മാറ്റി നിർത്തിയാണ്. അപ്പൊ ആ ഒരു റെസ്പെക്ട് പ്രഭുപാദ് അവിടെ കൊടുത്തു. ഈ 2 കാര്യങ്ങൾ ആ ഒരു ഇൻസ്റ്റന്റിൽ നിന്ന് മനസ്സിലായി എന്ന് സരസ്വതി മഹാരാജ് പറഞ്ഞു.